Hi guys, DSA ഹാഷിംഗ് ടെക്നിക് ലീഡ് കോഡ് ചെക്ക് ലിസ്റ്റിലെ ഫേസ് ടു കോർ ഫ്രീക്വൻസി കൗണ്ടിംഗ് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മളിതിൽ ഒക്കറൻസസ് എത്രയാണെന്ന് കൗണ്ട് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് പ്രോബ്ലം ആയിട്ടുള്ള 383 ലീഡ് കോഡ് 383 റാൻസം നോട്ട് എന്ന് പറയുന്നത് അതൊരു സിമ്പിൾ ഈസി ലെവൽ പ്രോബ്ലം ആണ് നമ്മുടെ ലീഡ് കോഡിലുള്ള. നമ്മുടെ ഫേസ് 1 ക്വസ്റ്റ്യൻസിന് വളരെയധികം സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഫ്രീക്വൻസിയുടെ കൗണ്ട് സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു സംഭവം മാത്രമേ ആ റാൻസം നോട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഫസ്റ്റ് നമുക്കിപ്പം ലീഡ് കോഡ് 205 ആയിട്ടുള്ള ഐസോമോർഫിക് സ്ട്രിങ്സ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റാൻസം നോട്ട് അതിന്റെ ക്വസ്റ്റിനും അതിന്റെ സൊല്യൂഷനും ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ ലീഡ് കോഡ് 205 ആയിട്ടുള്ള ഐസോമോർഫിക് സ്ട്രിങ് എങ്ങനെയാണ് ആ ക്വസ്റ്റിൻ ഒന്ന് നോക്കാം. സോ ഇതാണ് ലീഡ് കോഡ് 205 ഐസോമോർഫിക് സ്ട്രിങ്സ്. ഇതെന്താണ്? ഇതൊരു ലീഡ് കോഡ് ഈസി ലെവൽ പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡിഫറൻസ് ഉള്ള, ഇതിന്റെ അപ്രോച്ച് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്ട്രിങ്സ് ആണ്, സ്ട്രിങ് എസും സ്ട്രിങ് ടിയും. ഓക്കെ, നമ്മൾ ഈ രണ്ട് സ്ട്രിങ്സും ഐസോമോർഫിക് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഐസോമോർഫിക് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഇൻ എസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ക്യാരക്ടേഴ്സ് ഇൻ ടി. ലൈക്ക് എസിലെ ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ടി കിട്ടും. അതാണ് ഐസോമോർഫിക് സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ എല്ലാ ഓക്കറൻസസും വേറൊരു പർട്ടിക്കുലർ ക്യാരക്ടർ കൊണ്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതിന്റെ ഓർഡർ ഓഫ് ദ ക്യാരക്ടർ സെയിം ആയിരിക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. എന്താണ് ഒരു ഐസോമോർഫിക് സ്ട്രിങ് എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. പേപ്പറിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് രണ്ട് ഐസോമോർഫിക് ആയിട്ടുള്ള സ്ട്രിങ്സ് ആണ്. ഇത് എങ്ങനെ ഐസോമോർഫിക് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഈ പേപ്പറിലെ പി കണ്ടില്ലേ, ഈ പിയെ ടൈറ്റിലിൽ ടി കൊണ്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സ്ട്രിങ് എസും സ്ട്രിങ് ടിയും. പിനെ ടി കൊണ്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എനെ ഐ കൊണ്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് പിന്നെയും കണ്ടില്ലേ, ആ ഒരു റിലേഷൻഷിപ്പ് കോമൺ ആയിരിക്കണം. ആ ഒരു റിലേഷൻഷിപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കണം. കോൺസ്റ്റന്റ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇപ്പൊ പിയും ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഇതിനകത്ത് കോൺസ്റ്റന്റ് അല്ലേ. പി മാപ്പ് ചെയ്തിരിക്കുന്നത് ടിയിലോട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ പീനെ ഈ ടിയിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പീനെ ഈ ടിയിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ടൈറ്റിലിന് പകരം ടിപ്പിളെന്ന് വല്ലതും ആയിരുന്നെങ്കിൽ, അല്ല ടിപ്പിളെന്ന് എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് തെറ്റാണ്. കാരണം ഇവിടെ പിയെ ടിയിലോട്ട് മാപ്പ് ചെയ്തു, ഇവിടെ പിയെ പിയിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ ഇപ്പം എസ് ആണെങ്കിൽ ഓക്കെ, ഇവിടെ പി എസിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ ഒരു മാപ്പിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആ മാപ്പിംഗ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഐസോമോർഫിക് സ്ട്രിങ് ആയിരിക്കും അങ്ങനെയാണ്. ഇത് 1 to 1 റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ ടൈറ്റിൽ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ആറിനും ഇവിടെ ടി കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടും ഐസോമോർഫിക് അല്ല. കാരണം എന്താണ്? ഈ പി ആണ് ടിയിലോട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ആറിനെ ടിയിലോട്ട് മാപ്പ് ചെയ്ത് എന്താ, ആ 1 to 1 റിലേഷൻഷിപ്പ് പോയി. 1 to 1 ആയിരിക്കണം റിലേഷൻഷിപ്പ്. 1 to 1 ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇതിപ്പം ഇപ്പം ആറിനും ടി ഉണ്ട്, പിയിലും ടി ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഐസോമോർഫിക് അല്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് പിക്ക് മാത്രമേ ടി ഉള്ളൂ. ഇപ്പൊ ആറിന് നമ്മൾ ഇതിനകത്ത് വരുന്നത് ഇ ആണ്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് എവിടെ ആറ് വന്നാൽ ഇപ്പം പേപ്പർ എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ എന്ന് വേണം. ഓക്കെ, മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ഇക്ക് കണ്ടില്ലേ, ഇക്ക് മാപ്പ് ചെയ്തിരിക്കുന്നത് എല്ലിനെയാണ്. എന്ന് വെച്ചാൽ ഇത് എസ് ടിയിലോട്ട് ഒരു മാപ്പിംഗ് ഉണ്ട്, ടിന്ന് എസിലോട്ട് ഒരു മാപ്പിംഗ് ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ എസ് ടിയിലോട്ട് ഒരു മാപ്പിംഗ് ഉണ്ട്, ടിന്ന് എസിലോട്ട് ഒരു മാപ്പിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഐസോമോർഫിക് സ്ട്രിങ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആയിട്ടില്ലേ, F11 B23. അപ്പൊ ഇതെന്താണ്? എഫിന് ബിയിലോട്ടൊരു മാപ്പിംഗ് ഉണ്ട്, 1 2 മാപ്പിംഗ് ഉണ്ട്. പക്ഷേ 1 3 ഒരു മാപ്പിംഗ് ഉണ്ട്. അപ്പൊ എന്താണ്? ഐസോമോർഫിക് അല്ല. 1 2 മാത്രമേ മാപ്പിംഗ് വരാവൂ. 1 3 1 to 1 ആയിരിക്കണം റിലേഷൻഷിപ്പ്. ഇത് 1 to many ആയില്ലേ. 1 to many ആവാൻ പാടില്ല. അതാണ് ഐസോമോർഫിക് സ്ട്രിങ്സ് എന്താണെന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഈ എയിലോട്ടും മാപ്പ് ചെയ്യും, ജി ഡിയിലോട്ടും മാപ്പ് ചെയ്യും. അതുപോലെ എ ഇയിലോട്ടും ഡി ജിയിലോട്ടും. ഓക്കെ, അങ്ങനെ മാപ്പ് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പം അതിലൊരു വ്യത്യാസം വരാൻ പാടില്ല. നമുക്കിനി ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സൊല്യൂഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നമ്മളിവിടെ എടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, രണ്ട് മാപ്പിംഗ് ഉണ്ട്, എസ് ടിയിലോട്ടും ടിന്ന് എസിലോട്ടും. രണ്ടും 1 to 1 മാപ്പിംഗ്സ് ആണ്. നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യും? എസ് ടിയിലോട്ടുള്ള മാപ്പിങ്ങിന് വേണ്ടി എസ് മാപ്പ് ഡിഫൈൻ ചെയ്യും, ടിന്ന് എസിലോട്ടുള്ള മാപ്പിങ്ങിന് വേണ്ടി ടി മാപ്പ് ഡിഫൈൻ ചെയ്യും. ഇതെന്താണ്? ഇത് നമ്മൾ ഇത്ര നാൾ ചെയ്ത് എന്താണ്? ഒരു സ്ട്രിങ് എടുത്തിട്ട് അതിലെ ക്യാരക്ടേഴ്സിനെ ഒരു സ്ട്രിങ് എടുത്തിട്ട് അതിലെ ക്യാരക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ ആ ക്യാരക്ടേഴ്സിന്റെ കൗണ്ട് ആയിരിക്കും മാപ്പിൽ സ്റ്റോർ ചെയ്യുന്നത്. ഫ്രീക്വൻസി മാപ്സ് ആണ് നമ്മൾ ഇത്രയും നാൾ നോക്കിയത്. ഇവിടെ ഫ്രീക്വൻസി മാപ്പ് അല്ല. ഈ എസിലെ സ്ട്രിങ്ങും എസിലെ ക്യാരക്ടേഴ്സും ടിയിലെ ക്യാരക്ടേഴ്സിലുള്ള മാപ്പാണ് എസ് മാപ്പിനകത്ത്, ടിയിലെ ക്യാരക്ടേഴ്സും എസിലെ ക്യാരക്ടേഴ്സിലുള്ള മാപ്പാണ് ടി മാപ്പിനകത്ത്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ രണ്ട് സ്ട്രിങ്ങും ഒരുമിച്ച് ട്രാവേഴ്സ് ചെയ്യും. ഈ ഐസോമോർഫിക് സ്ട്രിങ്സ് രണ്ടിനും ഒരേ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ഒരേ ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് സ്ട്രിങ്ങും ഒരുമിച്ച് ട്രാവേഴ്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിന് നമുക്ക് എടുക്കാം, ഈ പേപ്പറിന്റെ കേസിന് എടുക്കാം. ഓക്കെ, പേപ്പറിന്റെ കേസിന് എടുക്കുകയാണ്. എസ് എന്ന് പറയുന്നത് പേപ്പറും
ടി എന്ന് പറയുന്നത് ടൈറ്റിൽ. ഈ കേസിനെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ രണ്ടിലെയും ith പൊസിഷനിലുള്ള ക്യാരക്ടേഴ്സ്, എന്താണ് പേപ്പറിലെ പിയും ടൈറ്റിലെ ടിയും, ith പൊസിഷനിലുള്ള രണ്ടിലെ ക്യാരക്ടേഴ്സ് എടുത്തു, പിയും ടിയും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എസ് മാപ്പിനകത്ത് പി ഉണ്ടോ എന്ന് നോക്കും. എസ് മാപ്പിനകത്ത് പി കീ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ആ കീ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നത് ഇതിന് അൺഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്നാൽ മാത്രം ഫോൾസ് റിട്ടേൺ. ഞാൻ ഈ ഒരു കണ്ടീഷൻ പിന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഒരു കണ്ടീഷൻ ഇപ്പോൾ സാറ്റിസ്ഫൈ ആവില്ല, ഫസ്റ്റിലേക്ക് സാറ്റിസ്ഫൈ ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? നമ്മൾ ഇവിടുത്തെ ബേസിക്കലി നമ്മൾ രണ്ട് മാപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ രണ്ട് മാപ്പിന്റെ മാപ്പിക്സ് ഡിഫൈൻ ചെയ്യണം ഇവിടെയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? എസ് മാപ്പിനകത്ത് കീ ആയിട്ട് നമ്മുടെ എസ്സിലുള്ള ക്യാരക്ടർ വയ്ക്കും, വാല്യൂ ആയിട്ട് ടിയിലുള്ള ക്യാരക്ടർ. ഓക്കെ, സോ പർട്ടിക്കുലർ കേസിൽ ഇപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പി കീ ടി. ഓക്കെ, പി കീ ആണ്, ടി വാല്യൂ ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? ടി ആണ് കീ, പി വാല്യൂ. മനസ്സിലായില്ലേ? ഇതാണ് ഈ രണ്ട് മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 1-to-1 റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 1-to-1 റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തത്. പി എ ടിയിലോട്ട് മാപ്പ് ചെയ്യുന്നു, ടി എ പിയിലോട്ട് മാപ്പ് ചെയ്യുന്നു. രണ്ട് മാപ്പിംഗ്സ് ആണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയാൽ തന്നെ ഇത് പൊളിയും. ഐസോമോർഫിക് സ്ട്രിംഗ് എന്നുള്ള കണ്ടീഷൻ പൊളിയും. മനസ്സിലായില്ലേ? അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കേസിൽ പേപ്പറിന്റെ എ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഇത് മാറിയിട്ട് എ ആവും, ഇവിടെ വരുന്നത് ഐ. ഇതും അതേപോലെ തന്നെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. ഇതും അതേപോലെ തന്നെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് നമ്മളിങ്ങനെ ഓരോരോ 1-to-1 മാപ്പിംഗ്സ് സ്റ്റോർ ചെയ്ത് പോകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത് എപ്പോഴാണ് ഫെയിൽ ആവുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ മാപ്പ് ചെയ്ത് പോയിട്ട് ഇത് ഈ ഒരു കണ്ടീഷൻസ് ഒരിക്കലും സാറ്റിസ്ഫൈ ആവില്ല. ഈ കണ്ടീഷൻ എന്താണ് പറയണമെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പം ഈ പേപ്പറിന്റെ കേസിൽ തന്നെ, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈറ്റിലിന് പകരം TISLE എന്നാണെങ്കിൽ വെച്ചോ, TISLE എന്നാണെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ പിയും വരും, ഇവിടെ എസും വരും. ഓക്കെ, ഇത് TISLE എന്നാണെങ്കിലാണ് ഈ ഒരു കണ്ടീഷനിൽ നടുക്കത്തെ ഈ ഒരു പർട്ടിക്കുലർ സെക്കൻഡ് ഇൻഡെക്സിലുള്ള എത്തുമ്പോൾ എന്താണ്? ഇവിടെ പിയും വരും, ഇവിടെ എസും വരും. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യണം? എസ് മാപ്പിനകത്ത് കണ്ടെയ്ൻസ് കീ പി ഉണ്ടോന്ന് ചെക്ക് ചെയ്യും. പി ഓൾറെഡി ഉണ്ടല്ലോ എസ് മാപ്പിനകത്ത്, നമ്മൾ ഇവിടെ പി പുട്ടിയത് ഓർമ്മയില്ലേ? അപ്പൊ ആ കീ പി ഉണ്ട്. അപ്പൊ എന്താണ്? നമ്മൾ എസ് മാപ്പ് ഡോട്ട് ഗെറ്റ് പി, ആ മാപ്പിനകത്ത് നമ്മൾ ഈ പിയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കും. എന്താണ്? ടി ആണ്. ഇപ്പൊ ടി നോട്ട് ഈക്വൽ ടു സി എച്ച്. ഇപ്പൊ സി എച്ച് എന്താണ്? എസ്. ടി നോട്ട് ഈക്വൽ ടു സി എച്ച് ആണ് അല്ലേ? ടി യു എസ് ഒന്നല്ല, ടി നോട്ട് ഈക്വൽ ടു എസ് അല്ലേ? ടി യു എസ് ഒന്നല്ല. അപ്പൊ എന്താണ്? ആ 1-to-1 മാപ്പിംഗ് പൊളിഞ്ഞു. അപ്പൊ എന്താണ്? ഫോൾസ് റിട്ടേൺ ചെയ്യും. മനസ്സിലായില്ലേ? ആ 1-to-1 മാപ്പിംഗ് പൊളിഞ്ഞു, ഫോൾസ് റിട്ടേൺ ചെയ്യും. ഐസോമോർഫിക് സ്ട്രിങ്സ് അല്ല. ഈ രണ്ടെണ്ണം ഐസോമോർഫിക് സ്ട്രിങ്സ് അല്ല. ഇനി അടുത്ത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ടൈറ്റിൽ തന്നെയാണ്, പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ പേജറും ഇവിടെ ടൈറ്റിലും ആണ്. അപ്പൊ ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ എന്താണ്? ഇവിടെ ജിയും വരും, ഇവിടെ ടിയും വരും. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ എത്തുമ്പോൾ എന്താണ്? ടി മാപ്പ് ഡോട്ട് കണ്ടെയ്ൻസ് കീ. ടി എന്ന് പറയുന്ന കീ ടി മാപ്പിൽ ഉണ്ടല്ലോ, നമ്മളിവിടെ പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പൊ ആ ടി എന്ന് പറയുന്ന സാധനം കീ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ എടുക്കും. എന്നുള്ളത് പി ആണ് വരുന്നത്. അപ്പൊ പി നോട്ട് ഈക്വൽ ടു ജി അല്ലേ? പി നോട്ട് ഈക്വൽ ടു സി, ക്യാരക്ടറിനകത്ത് പറയുന്നത് സി ആണ്. അപ്പം പി നോട്ട് ഈക്വൽ ടു ജി ആണ്. അപ്പൊ എന്താണ്? ഫോൾസ് റിട്ടേൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഐസോമോർഫിക് സ്ട്രിങ്സ് ആയ രണ്ട് സൈഡിലെയും 1-to-1 റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലായില്ലേ? രണ്ട് സൈഡിലെയും 1-to-1 റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ഈ 1-to-1 മാറി 1-to-many ആവുമ്പം ഫോൾസ് റിട്ടേൺ ചെയ്യും, ഐസോമോർഫിക് സ്ട്രിങ്സ് അല്ല എന്ന് ഉറപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സംഭവം. നിങ്ങൾക്ക് ഐസോമോർഫിക് സ്ട്രിങ്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായാലും ഈ സൊല്യൂഷനും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O of n ആണ്. കാരണം ഒരു ഒറ്റ ലൂപ്പ്. ഈ n എന്ന് പറയുന്നത് എന്താണ്? ഈ എസ് ഡോട്ട് ലെങ്ത്. മനസ്സിലായില്ലേ? അതാണ് n എന്ന് പറയുന്നത്, എസ് ഡോട്ട് ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതേപോലെ ഇത് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു രണ്ട് ഹാഷ് മാപ്പ് ആണ് യൂസ് ചെയ്തത്. അപ്പം സ്പേസ് കോംപ്ലക്സിറ്റിയും O of n ആണ്. അതും ഈ എസ് ഡോട്ട് ലെങ്ത് തന്നെയാണ്. അത്ര ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ കീസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി ടൈം കോംപ്ലക്സിറ്റി രണ്ടും O of n ആണ്. നിങ്ങൾക്ക് സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്. നമുക്കിനി നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചില്ലേ ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് LeetCode 383 ആൻസർ നോട്ട്. ഞാൻ ഇത് സ്കിപ്പ് ചെയ്ത് പർട്ടിക്കുലർ വീഡിയോ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചൊരു പ്രോബ്ലമാണ്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റാൻസം നോട്ട് ഒരു മാഗസീനും കാണാം. അപ്പൊ മാഗസീൻസിലെ
മാഗസീൻസിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റാൻസം നോട്ട് ഉണ്ടാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. മാഗസീൻസിലുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് റാൻസം നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ പർട്ടിക്കുലർ കേസിൽ മാഗസീനിൽ എയും ബിയും ആണുള്ളത്. ഈ എയും ബിയും വെച്ച് നമുക്ക് റാൻസം നോട്ടിലെ എയും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു എയും ഒരു ബിയും ഉള്ളൂ. ഇവിടെ 2 എ ഉണ്ട്. മാഗസീൻസ് കട്ട് ചെയ്ത് നമുക്ക് റാൻസം നോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ ഇവിടെ ബി ഉള്ള കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് റാൻസം നോട്ട് എ ആണ്, അപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഉണ്ട്, മാഗസീനിൽ എ ബി ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് റാൻസം നോട്ട് ഇതിലുള്ള 2 ക്യാരക്ടേഴ്സിന് എടുത്ത റാൻസം നോട്ട് ആയി. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ജസ്റ്റ് ഈ മാഗസീനിന്റെ ഒരു ഫ്രീക്വൻസി മാപ്പ് ക്രിയേറ്റ് ചെയ്യും. ഫ്രീക്വൻസി വെച്ചാൽ മാഗസീനകത്ത് ഒരു ക്യാരക്ടർ എത്ര തവണ വരുന്നുണ്ട് എന്നുള്ളൊരു ഫ്രീക്വൻസി മാപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റാൻസം നോട്ടിൽ ഓരോ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് ആ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അത് നമ്മുടെ മാപ്പിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പൊ മാപ്പിനകത്ത് ഇല്ലെങ്കിൽ, ഫ്രീക്വൻസി മാപ്പിനകത്ത് ഇല്ലെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. കാരണം മാഗസീനിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫ്രീക്വൻസി മാപ്പിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമ്മൾ റാൻസം നോട്ടിൽ ഫസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു കൗണ്ട് കുറയ്ക്കും. അതിന്റെ ഒരു കൗണ്ട് ഫ്രീക്വൻസി മാപ്പിൽ കുറയ്ക്കും. നമ്മളത് മാഗസീനിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത എയും നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുക്കാൻ പോകുമ്പോൾ അതും കുറയ്ക്കും. പിന്നെ കട്ട് ചെയ്തെടുത്ത് അവസാനം എപ്പോഴെങ്കിലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ നമ്മുടെ മാപ്പിനകത്ത് ഇനി കട്ട് ചെയ്യില്ല. ഈ ഒരു കേസിലാണെങ്കിൽ കണ്ടില്ല, നമ്മൾ ഒരു തവണ എ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അപ്പൊ അടുത്ത എക്ക് പോകുമ്പോൾ എന്താണ്, കട്ട് ചെയ്യില്ല. ഓക്കെ, മനസ്സിലായില്ലേ? കട്ട് ചെയ്യില്ല. കാരണം ഇത് 0 ആകുമ്പോൾ നമ്മൾ ഈ മാപ്പിനകത്ത് നിന്ന് തന്നെ ഈ സാധനത്തിന് റിമൂവ് ചെയ്ത് കളയും. 0 ആണെന്ന് ചെക്ക് ചെയ്ത് 0 ആയിട്ടുള്ള സാധനം നമുക്ക് കീ ആയിട്ട് വേണ്ട. അപ്പൊ നമ്മളത് റിമൂവ് ചെയ്ത് കളയും. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. അപ്പൊ തന്നെ നമ്മളത് ചെക്ക് ചെയ്തിട്ട് ഫോൾസ് റിട്ടേൺ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഇരിക്കുന്നു. ഇന്റർ സ്പേസ് കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി 2 O of n തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതൊന്ന് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഗൈസ്.